ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നബിദിനായതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ നല്ല അലങ്കാര ബൾബുകളൊക്കെ ഉപയോഗിച്ച് അലങ്കരിച്ചിട്ടുണ്ടാവും. അധിക പേര് നമ്മൾ ഗ്രിൽസിലൊക്കെയാണ് അത് തൂക്കി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു ന്യൂസ് വായിച്ചത്. കണ്ണൂരിൽ 5 വയസ്സുകാരനായ കുട്ടി ഗ്രിൽസിൽ കൈവച്ചപ്പോൾ ഷോക്കേറ്റ് മരണപ്പെട്ടത്. ആ ഗ്രിൽസിൽ അവർ നബിദിനത്തോടനുബന്ധിച്ച് മാല ബൾബ് തൂക്കിയിരുന്നു. അതിൽ നിന്നാണ് ഷോക്കേറ്റത്. അപ്പോൾ ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ചെറിയൊരു ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഒരു ജീവനാണ് അവിടെ പോയത്. അപ്പം നമ്മളും അധിക പേരും നമ്മുടെ വീട്ടിലെ ഗിൽസിലാണത്, നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗിൽസിലാണ് നമ്മളത് തൂക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ന്യൂസ് കണ്ടപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ഗിൽസിലുണ്ടായിരുന്നത് മാറ്റിയിട്ട് അപ്പുറത്തേക്ക് സ്ഥാപിച്ചു. പക്ഷേ ഇന്നലെ ഞാൻ വൈകിട്ട് ഇങ്ങനെ വണ്ടിയെടുത്ത് നമ്മുടെ നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് വീട്ടിൽ ഇപ്പോഴും ഗ്രിൽസിൽ ഇങ്ങനെ ബൾബൊക്കെ തൂക്കി കത്തിക്കുന്നത് കണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം ഇങ്ങനൊരു ന്യൂസ് വന്നിട്ടും ആൾക്കാർ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വെച്ചത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഗ്രിൽസിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും അത് അവിടെ നിന്ന് മാറ്റിയിട്ട് ജസ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലൊക്കെ ഒന്ന് കയറ് കെട്ടിയിട്ടോ അങ്ങനെയൊക്കെ ഒന്ന് തൂക്കിയിട്ട്. കാരണം നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ വീട്ടിൽ ആരുടെങ്കിലും ഒരു ജീവൻ നഷ്ടമായാൽ അതൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായും അവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് അപ്പുറത്തേക്കൊന്ന് മാറ്റിയിട്ട് സ്ഥാപിക്കും. വിചാരിക്കുന്നുണ്ടാവും ചെറിയൊരു ബൾബിൻ്റെ ഇതെല്ലാം അവിടുന്ന് ഷോക്ക് ഏൽക്കില്ല എന്നൊക്കെ. പക്ഷേ കറണ്ടല്ലേ, ചെറിയൊരു ലീക്ക് വന്നിട്ട് ഗ്രിൽസിൽ ഇരുമ്പിൽ എവിടെയെങ്കിലും ഒരു ടച്ച് വന്നാൽ അവിടെ മൊത്തത്തിൽ അത് കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ അത് കുട്ടികളൊക്കെ എപ്പോഴും നമ്മൾ ഗ്രിൽസിലൊക്കെ വന്ന് തൊടുന്നതാണ്. കുട്ടികൾ എന്നല്ല, നമ്മൾ മുതിർന്നവർ പോലും എപ്പോഴും അവിടെ ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് അതൊന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റാം. നിർബന്ധമായിട്ടും അത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. ഒരു ഇൻഫോർമേഷന് നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്ത് എല്ലാവരെയും ഒരു സീരിയസ്നെസ് അറിയിക്കും. കാരണം വീണ്ടും ഇതുപോലത്തെ ഒരു ചെറിയ കാര്യം കൊണ്ട്, ചെറിയൊരു അബദ്ധം കൊണ്ട് ഒരു ജീവൻ കൂടി നഷ്ടപ്പെടരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്.